ഹലോ ഗ്രൂമേറ്റ്സ്. അപ്പോൾ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ ODI പരമ്പരയിലെ രണ്ടാം മത്സരമായിരുന്നു ഇന്നലെ ലക്നൌവിൽ വെച്ച് ചേർന്നത്. ഇന്നത്തെ മത്സരത്തിൽ ആസ് യൂഷ്വൽ ഇന്ത്യക്ക് തന്നെയായിരുന്നു ജയം. 170 റൺസിനായിരുന്നു ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ഇന്നലത്തെ മത്സരത്തിൽ ഹീറോ ആയത് മറ്റാരുമല്ല, പ്രിൻസ് ശുഭ്മാൻ ഗിൽ തന്നെയാണ്. അതായത് T20 മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയതിൻ്റെ എല്ലാ ക്ഷീണവും പുള്ളി ODIയിലൂടെ തീർക്കുന്നുണ്ട്. ഇൻസൾട്ടിക്കാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്ന പോലെ ആ ഒരു ഇൻസൾട്ടിങ് ശരിക്കും ശുഭ്മാൻ ഗില്ലിൻ്റെ കളികളെ ബാധിച്ചിട്ടുണ്ട്. നല്ല ബാക്ക് ടു ബാക്കാണ് അദ്ദേഹം ഇപ്പോൾ പ്ലേ ഓഫ് ദ മാച്ചായി വരുന്നത്. കഴിഞ്ഞ കളിയിലും നല്ലൊരു ഇന്നിങ്സ് ഉണ്ട്, അതുപോലെ ഇന്നലത്തെ മത്സരത്തിലും നല്ലൊരു ഇന്നിങ്സാണ് ശുഭ്മാൻ ഗില്ലിൻ്റെ ഭാഗം കണ്ടത്. പക്ഷേ ഒരു പക്ക ഒരു ODI ഇന്നിങ്സ് തന്നെയായിരുന്നു. വെറും 154 റൺസ് എടുത്തെങ്കിലും വെറും 2 സിക്സ് മാത്രം അദ്ദേഹം അടിച്ചുള്ളൂ. കൂടുതലും ഫോറുകളാണ്, 22 ഫോറും 2 സിക്സും ഉൾപ്പെടെയാണ് ശുഭ്മാൻ ഗിൽ നല്ല 154 റൺസ് ഇന്ത്യക്ക് വേണ്ടി നേടിയത്. അതുപോലെ തന്നെ വുമൻസ് T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ മത്സരം ഉണ്ടായിരുന്നു. നെതർലാൻഡ്സിനെതിരായിരുന്നു ഇന്ത്യ വുമൻസിൻ്റെ മത്സരം. അതിൽ 95 റൺസിന് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയായിരുന്നു. 74 റൺസത്തെ സ്മൃതി മന്ദനയാണ് ഇന്നലെ പ്ലേ ഓഫ് ദ മാച്ച് ആയത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. വീഡിയോ തുടർന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. അതൊരു വല്ലാത്ത തീരുമാനമായിരുന്നു. അതായത് ലക്നൌവിലാണ് കളി. ലക്നൌ അത്യാവശ്യം ബാറ്റിങ്ങിന് അനുകൂലമായി വെച്ചായിരുന്നു. ഒരു 400 അബോവ് എന്തായാലും ഒരു സ്കോർ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെയായിരുന്നു ഇന്ത്യയുടെ ബാറ്റിങ്ങും. ആ ഒരു പൊരി വെയിലത്ത് അഫ്ഗാനിസ്ഥാൻ ബോളർമാർ ഇന്ത്യൻ ബാറ്റർമാരുടെ നിന്ന് അടി വാങ്ങി കൂട്ടുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. 3 വിധ മാറ്റങ്ങളോടെയാണ് ഇന്നലെ ഇരു ടീമുകൾ മത്സരത്തിന് ഇറങ്ങിയത്. ഇന്ത്യൻ ടീമിൽ കഴിഞ്ഞ അരങ്ങേറ്റ മത്സരം കളിച്ച ഹർഷ് ദുബെ, അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർക്ക് പകരം ബാറ്റിങ്ങിൽ SS ജേസനെയും ബോളിങ്ങിൽ കുൽദീപ് യാദവിനെയും അതുപോലെ തന്നെ പ്രിൻസ് യാദവ്, ഇന്ത്യക്ക് വേണ്ടി ആദ്യം അരങ്ങേറ്റ മത്സരം കളിക്കുന്ന പ്രിൻസ് യാദവിനെയും ഇന്നലെ ഇന്ത്യൻ 11 ഉൾപ്പെടുത്തുകയായിരുന്നു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ടീമിൽ മുഹമ്മദ് നബി, അസ്മത്തുള്ള മസായി, അതുപോലെ സിയാവുർ റാഫി എന്നിവർക്ക് പകരം ഡാർവിഷ് റസൂലി, നംഗദീലിയ ഖരോട്ടി, അതുപോലെ തന്നെ ബിലാൽ സമി എന്നിവരാണ് ഇന്നലെ അഫ്ഗാനിസ്ഥാനിൽ വന്നത്. അതിൽ ഡാർവിഷ് റസൂലി ഇന്നലെ ഇഞ്ചേർഡായിട്ട് റിട്ടയർഡായിട്ടായിരുന്നു. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് SS ജയ്സ്വാളും രോഹിത് ശർമ്മയും കൂടിയാണ്. SS ജയ്സ്വാളിന് തുടക്കത്തിൽ ഇന്ത്യക്ക് നഷ്ടമായെങ്കിലും വൺഡൗണായി വന്നത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ പൊസിഷൻ വൺഡൗണായിരുന്നു. അതായത് നമ്മുടെ വിരാട് കോഹ്ലിയൊക്കെ കളിച്ചിരുന്ന ഒരു പൊസിഷനിലാണ് നമ്മുടെ ശുഭ്മാൻ ഗില്ല് ബാറ്റ് ചെയ്തത്. അങ്ങനെ ഇരുവരും കൂടി 87 റൺസാണ് കൂട്ടിച്ചേർത്തത്. അങ്ങനെ ഇന്ത്യക്ക് ഒരു ഭേദപ്പെട്ട തുടക്കം ഇരുവരും കൂടി സമ്മാനിക്കുകയായിരുന്നു. എന്നാൽ 14-ാം ഓവറിൽ റാഷിദ് ഖാൻ രോഹിത് ശർമ്മയെ പുറത്താക്കി അഫ്ഗാനിസ്ഥാൻ ഒരു ബ്രേക്ക് ത്രൂ നൽകിയായിരുന്നു. രോഹിത് ശർമ്മ ഇന്നലെ 39 പന്തിൽ 6 ഫോറും 2 സിക്സും ഉൾപ്പെടെ 48 റൺസാണ് ഇന്ത്യക്ക് വേണ്ടി നേടിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു രോഹിത് ശർമ്മയുടെ ഇന്നലത്തെ ഇന്നിങ്സ്. എന്നാൽ 3-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഇഷാൻ കിഷനും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ചേർന്നു ഇന്ത്യ ഒരു കൂറ്റൻ സ്കോറിലേക്ക് എത്തിക്കുകയായിരുന്നു. അതായത് ഇരുവരും കൂടി 3-ാം വിക്കറ്റിൽ 224 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് കൂട്ടിച്ചേർത്തത്. 14-ാം ഓവറിൽ ഒത്തുചേർന്ന് ഇരുവരും പിരിഞ്ഞത് 37-ാം ഓവറിലാണ്. അഫ്ഗാനിസ്ഥാൻ ബോളറായ നംഗേലിയ ഖരോട്ടിയാണ് ഇഷാൻ കിഷനെ പുറത്താക്കി ആ ഒരു ബ്രേക്ക് ത്രൂ അഫ്ഗാനിസ്ഥാന് വേണ്ടി കൊണ്ടുവന്നത്. ഇഷാൻ കിഷൻ എന്നുള്ള 79 പന്തിൽ 14 ഫോറും 7 സിക്സും ഉൾപ്പെടെ 125 റൺസ് എടുത്താണ് ഇന്നലെ ഇഷാൻ കിഷൻ പുറത്തായത്. വീണ്ടും അദ്ദേഹം കിട്ടിയ അവസരം നന്നായി മുതലാക്കി തന്നെയായിരുന്നു. പക്ഷേ ഇഷാൻ കിഷൻ്റെ ഇന്നലത്തെ ഇന്നിങ്സ് കണ്ടപ്പോൾ മലയാളികൾക്ക് ചെറിയൊരു വിഷമം കാണാം. കാരണം സഞ്ജുവിൻ്റെ ഒരു ODIയിലേക്കൊരു വരവ് ഉണ്ടാവില്ല എന്ന് ഏകദേശം ഇന്നലത്തെ ഇഷാൻ കിഷൻ്റെ ഇന്നിങ്സ് ഉണ്ടപ്പോൾ ഏകദേശം ഉറപ്പായി. സഞ്ജുവിന് ഇനി T20 തന്നെ രക്ഷയുള്ളൂ. ODIക്കൊരു മോഹം വേണ്ട. അതായത് ഒരു ODI വേൾഡ് കപ്പിൽ ടീമിൽ ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഒന്ന് മാറ്റി. പിന്നീട് T20 ക്യാപ്റ്റനെ സൈഡ് വരുന്നു. ഇരുവരും കൂടി ചേർന്ന് 4-ാം വിക്കറ്റിൽ 40 റൺസ് കൂട്ടിച്ചേർക്കുന്നു. വീണ്ടും നംഗേലി ഖരോട്ടി തന്നെ അഫ്ഗാനിസ്ഥാന് മത്സരത്തിൽ തിരിച്ചുകൊണ്ടുവന്നു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കി. ശുഭ്മാൻ ഗില്ല് ഇന്നലെ 110 പന്തിൽ 22 ഫോറും 2 സിക്സും ഉൾപ്പെടെ 154 റൺസാണ് ഇന്ത്യക്ക് വേണ്ടി നേടി. ശുഭ്മാൻ ഗില്ല് പുറത്താകുമ്പോൾ ഇന്ത്യ 360 എന്നൊരു മികച്ച സ്കോറിൽ തന്നെയായിരുന്നു ഇന്ത്യ. വെറും 42 ഓവറിൽ ഒരു പക്ഷേ 450 ഓവർ സ്കോർ ഇന്ത്യക്ക് നേടാമായിരുന്നു. പക്ഷേ പിന്നീട് വന്ന ആർക്കും ഇത്ര നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ സാധിക്കാതെ വന്നതോടുകൂടി ഇന്ത്യ 402 റൺസിന് ഓൾ ഔട്ടായിരുന്നു. പിന്നാലത്തെ KL ആദ്യ ബോളിൽ തന്നെ മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ അത് ഒരു പഴി കേൾക്കേണ്ട ഒരു ഇന്നിങ്സ് ഒന്നുമില്ല. സോ ആ ഒരു ടൈമിൽ അങ്ങനെ ചെയ്തത് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഒന്നിലേ അടിക്കുക, അല്ലെങ്കിൽ ഔട്ടായി പോവുക, അല്ലെങ്കിൽ വെറുതെ ഒരു സെൻസിബിൾ ഇന്നിങ്സ് കളിക്കേണ്ട ഒരു ഫേസ് ഒന്നുമല്ലായിരുന്നു അത്. അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ തന്നെയായിരുന്നു ഇന്ത്യ ആ ടൈമിൽ ബാറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ 402 എന്നൊരു കൂറ്റൻ സ്കോർ അഫ്ഗാനിസ്ഥാന് മുമ്പിൽ വെക്കുകയായിരുന്നു. ഇന്ത്യ
പകുതി മത്സരം ജയിച്ച ഒരു അവസ്ഥയായിരുന്നു. അഫ്ഗാനിസ്ഥാന് വേണ്ടി നങ്ങേലി കരോട്ടിയാണ് 4 വിക്കറ്റ് വീഴ്ത്തിയത്. അപ്പോൾ റാഷിദ് ഖാനും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റൺ തുടങ്ങി. 3 വിക്കറ്റ് അഫ്ഗാനിസ്ഥാന് വേണ്ടി റാഷിദ് ഖാനും നേടി. അങ്ങനെ ഇന്ത്യയുടെ ഒരു സ്കോർ മറികടക്കാനായി അഫ്ഗാനിസ്ഥാൻ ഓപ്പണേഴ്സായിട്ട് റഹ്മാൻ ഗുർബാസും ഇബ്രാഹിം സദാനും വരുന്നു. ഇരുവരും കൂടി ഒരു ഭേദപ്പെട്ട തുടക്കം തന്നെ അഫ്ഗാനിസ്ഥാന് വേണ്ടി സമ്മാനിക്കുന്നു. നമ്മുടെ അരങ്ങേറ്റ മത്സരം കളിക്കുന്ന പ്രിൻസ് യാദവ് 7ാം ഓവറിൽ ഗുർബാസിനെ പുറത്താക്കിയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊരു നോ ബോളായി മാറുകയായിരുന്നു. അതൊരു ജസ്റ്റ് ഒരു ടൈറ്റ് കോൾ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ബാക്ക് ഫുട്ട് ഏകദേശം ആ ഒരു വരയിൽ തന്നെ കുത്തിയെന്ന് നമുക്ക് റീപ്ലേയിലൊക്കെ വ്യക്തമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ ആദ്യ വിക്കറ്റ് അപ്പോൾ സംഭവിച്ചില്ല. എന്നാൽ നെക്സ്റ്റ് ഓവറിൽ തന്നെ ഗുർബാസിനെ പുറത്താക്കി കഴിഞ്ഞ അരങ്ങേറ്റ മത്സരം കളിച്ച ഗുർനൂർ ബ്രാർ ഇന്ത്യക്ക് ഒരു ബ്രേക്ക് നൽകിയായിരുന്നു. റഹ്മാൻ ഗുർബാസ് 33 പന്തിൽ 7 4 ഒരു 6 ഉൾപ്പെടെ 41 റൺസാണ് അഫ്ഗാനിസ്ഥാന് വേണ്ടിയാണ്. പിന്നീട് ഇബ്രാഹിം സദ്രാനെ അർഷ്ദീപ് സിംഗിൻ്റെ ബോളിൽ പ്രിൻസ് യാദവ് നല്ല അരങ്ങേറ്റ മത്സരം കളിച്ച പ്രിൻസ് യാദവ് ഒരു കിടിലൻ ക്യാച്ചിലൂടെ പുറത്തിറക്കിയപ്പോൾ അഫ്ഗാനിസ്ഥാൻ വീണ്ടും ഒരു തകർച്ചയിലേക്ക് നീങ്ങുന്നുവെങ്കിലും 3ാം വിക്കറ്റിൽ 3rd വിക്കറ്റ് പാർട്ണർഷിപ്പിൽ ഒത്തുചേർന്ന റോമത് ഷായും അതുപോലെ തന്നെ സെഡിക്കുള്ള അഡൽ കഴിഞ്ഞ മത്സരം ഡക്കിന് പോയ സെഡിക്കുള്ള അഡലും ചേർന്ന് ആ ഒരു തകർച്ചയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ രക്ഷിക്കുകയായിരുന്നു. സെദിക്കുള്ള അഡൽ നല്ല 50 പന്തിൽ 5 4 ഒരു 6 ഉൾപ്പെടെ 42 റൺസാണ് അഡൽ നേടിയത്. 57 റൺസാണ് ഇരുവരും കൂടി 3ാം വിക്കറ്റിൽ ഇന്നലെ കൂട്ടിച്ചേർത്തത്. എന്നാൽ 24ാം ഓവറിൽ വാഷിംഗ്ടൺ സുന്ദർ സെദിക്കുള്ള അഡലിന് നെക്സ്റ്റ് ഓവറിൽ ഗുർനൂർ ക്യാപ്റ്റൻ അഷ്മത്തുള്ള ഷഹീദും വിക്കറ്റോടുകൂടി അഫ്ഗാനിസ്ഥാൻ സ്കോർ 144 എന്ന നിലയിലേക്ക് വീഴുകയാണ്. 5ാം വിക്കറ്റിൽ നങ്ങേലി കരോട്ടിയെ കൂട്ടിപ്പിടിച്ചത് റഹ്മത് ഷാ ഒരു 30 റൺസ് കൂടി കൂട്ടിച്ചേർത്തെങ്കിലും ഇന്ത്യക്ക് വേണ്ടി നല്ല അരങ്ങേറ്റ മത്സരം കളിച്ച പ്രിൻസ് യാദവ് കരോട്ടിയെ ബോൾഡാക്കി തൻ്റെ ആദ്യ വിക്കറ്റ് ഇന്നലെ സ്വന്തമാക്കി. കരോട്ടിക്ക് വെറും 6 റൺസ് മാത്രമേ നേടാനായുള്ളൂ. അങ്ങനെ പിന്നീട് കണ്ടത് അഫ്ഗാനിസ്ഥാൻ ഒരു കൂട്ടത്തകർച്ചയാണ്, ബാറ്റിംഗ് കൂട്ടത്തകർച്ചയാണ്. പിന്നീട് വന്ന ആർക്കൊരു ഇന്നിങ്സ്. എന്നാൽ മറുവശത്ത് റഹ്മത് ഷാ ഉറച്ചു നിന്നെങ്കിലും ആർക്കും നല്ലൊരു സപ്പോർട്ട് നൽകാൻ സാധിക്കുന്നതോടുകൂടി അഫ്ഗാനിസ്ഥാൻ സ്കോർ വെറും 232 റൺസിൽ ഒതുങ്ങിയായിരുന്നു. റഹ്മത് ഷാ ഇന്നലെ 89 പന്തിൽ 8 4 ഉൾപ്പെടെ 79 റൺസ് ഇന്നലെ അഫ്ഗാനിസ്ഥാന് വേണ്ടി നേടുകയായിരുന്നു. റഹ്മത് ഷായുടെ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് അഫ്ഗാനിസ്ഥാൻ സ്കോർ അത്രയെങ്കിലും എത്തിക്കാൻ സാധിച്ചത്. അങ്ങനെ 170 റൺസിൻ്റെ വമ്പൻ, അതായത് സെക്കൻഡ് ഡിഫീറ്റ് ബൈ റൺ 170 റൺസിനായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഇന്നലെ ഇന്ത്യയോട് പരാജയപ്പെട്ട് ഇന്നലെ പരമ്പര കൈവിടുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ നെക്സ്റ്റ് മാച്ച് വരുന്നത് ജൂൺ 20 ചെന്നൈയിൽ വെച്ചാണ്. അപ്പോൾ അടുത്ത മത്സരങ്ങളിൽ ജയിച്ചൊരു ആശ്വാസജയം കണ്ടെത്താനാവും അഫ്ഗാനിസ്ഥാൻ ശ്രമിക്കുക. പരമ്പര അടുത്ത മത്സരം കൂടി ജയിച്ച് പരമ്പര തൂത്തുവാനുള്ള ശ്രമത്തിലായിരിക്കും ഇന്ത്യ. നമ്മുടെ വുമൻസ് T20 വേൾഡ് കപ്പിലേക്ക് വിടാനിച്ച ഇന്നലെ ഇന്ത്യയുടെ മത്സരം ഉണ്ടായിരുന്നു, നെതർലാൻഡ്സിനോടായിരുന്നു. നെതർലാൻഡ്സിനെ 95 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ലോകകപ്പിലെ 2ാം ജയം സ്വന്തമാക്കുകയായിരുന്നു. ഇന്ത്യയുടെ 209 എന്നൊരു വിജയലക്ഷ്യം നെതർലാൻഡ്സ് 114 റൺസിൽ ഒതുക്കിയായിരുന്നു. 114 ഓൾ ഔട്ടായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി 74 റൺസ് എടുത്ത് സ്മൃതി മന്ദനെ 55 എടുത്ത് സഫാലി വർമ്മയും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. ആദ്യ വിക്കറ്റിൽ തന്നെ ഇരുവരും കൂടി 115 റൺസാണ് ഇന്ത്യക്ക് വേണ്ടി കൂട്ടിച്ചേർത്തത്. നല്ലൊരു തുടക്കം തന്നെ ഇന്ത്യക്ക് സമ്മാനിച്ചത്. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.